നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. സാറ നൽകിയ സമ്മാനത്തിൽ സന്തോഷവാനാണ് അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ. വ്യവസായിയും മൃഗസ്നേഹിയുമായ വിഘ്നേഷ് മാസങ്ങൾക്ക് മുൻപാണ് രാജസ്ഥാനിലെ പുഷ്കർ മേളയിൽ നിന്നും സാറ എന്ന കുതിരയെ സ്വന്തമാക്കുന്നത്. ഇപ്പോൾ സാറ ഒരു ആൺ കുതിരക്കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ഓട്ടവും ചാട്ടവുമെല്ലാമായി സാറ ഹേമന്ത് എന്ന കുഞ്ഞൻ കുതിരയെ തനിയെ നടക്കാൻ പഠിപ്പിക്കുന്ന തിരക്കിലാണ്. വളരെയധികം സന്തോഷം. നമ്മൾ കുതിരയെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് ഇവിടെ ഒരു കുട്ടി ജനിക്കുകയാണ്, അതും ആൺകുട്ടി തന്നെ. ഇപ്പം ഏകദേശം 20 ദിവസം പ്രായമാവുന്നു. നല്ലൊരു കുട്ടിയാണ്. ലൈനേജിൽ തന്നെയുള്ള അമ്മയും അതേപോലെ അച്ഛനും രണ്ടും ലൈനേജിലുള്ള കുതിരകൾ തന്നെയാണ്. നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അമ്മയെപ്പോലെ തന്നെ ഫുൾ ബ്ലാക്ക് കളർ ആയിരിക്കാനാണ് ചാൻസ് കണ്ടിട്ട്. പക്ഷെ എന്തായാലും വളരെയധികം മനസ്സിന് ഒരു സന്തോഷം തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും പറയും, നമ്മുടെ ഒരു ഒരു ആൺകുട്ടി ജനിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കുതിരകളെ കൊണ്ടുവന്ന് ഈ പുതിയ ലോട്ടിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായ കുട്ടിയാണ്. ഇവിടെ ഇതിന് മുന്നേ 5 കുട്ടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് മറ്റു കുതിരകളിലെല്ലാം. പക്ഷേ ഈ ഒരു കൊല്ലം പുതിയ കുതിരകൾ വന്നതിന് ശേഷം ആദ്യത്തെ കുട്ടി. അപ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. പ്രസവശേഷം അമ്മ സാറ കുറച്ച് തിരക്കിലാണ്. ജനിച്ചിട്ട് 14 ദിവസമായ കുഞ്ഞൻ ഹേമന്തിനെ ഒറ്റയ്ക്ക് ഓടാൻ പഠിപ്പിക്കുകയാണ് സാറ. വലുതാകുമ്പോൾ നല്ല സവാരിക്കാരനാകാൻ ഇപ്പോൾ തന്നെ നല്ല ട്രെയിനിങ്ങും വേണം. ഇതാണ് സാറയുടെ ഭാവം. ഇതൊന്നും ഹേമന്തിനെ തളർത്തുന്നേയില്ല. അവൻ ഓടുന്നു, ചാടുന്നു, പരിശ്രമത്തിൽ തന്നെ. എങ്ങനെ പരിശ്രമിക്കാതിരിക്കും? പിൻതലമുറക്കാർ ചില്ലറക്കാരല്ല. മജൂക്കി ലൈനേജിൽപ്പെട്ട രാജകേസരിയാണ് ഹേമന്ത് എന്ന കുഞ്ഞൻ കുതിരയുടെ അച്ഛൻ. പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർ സവാരിക്കായി ഉപയോഗിച്ചിരുന്നത് ഈ ഇനത്തിൽപ്പെട്ട കുതിരകളെയാണത്രേ. അപ്പോ പിന്നെ ഹേമന്തിന് തളർച്ചയോ ഒട്ടുമില്ല. എന്തായാലും ഹേമന്തിന്റെ വരവ് വിഘ്നേഷ് വിജയകുമാറിന്റെ ഫാമിനെ പാടെ ഒന്ന് ഉണർത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലെ പുഷ്കർ മേളയിൽ നിന്നും 30 കുതിരകളെ നാട്ടിലെ തന്റെ ഫാമിലേക്കെത്തിച്ച വിഘ്നേഷ് വിജയകുമാറും ഫാമിലെ പരിചാരകരും ഇരട്ടി സന്തോഷത്തിലാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.